ഇന്നപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്ന ഒരു വലവീശൽ വീഡിയോ ആണ്. കടലിൽ രാത്രി വലവീശാൻ പോയപ്പോഴുള്ള കുറച്ച് കാഴ്ചകളാണ്. ഒരു 2 മണിക്കൂർ അല്ലെങ്കിൽ 2.5 മണിക്കൂറിൽ നമുക്ക് കിട്ടിയ മീനുകളൊക്കെയാണ് നിങ്ങളെ കാണിക്കാൻ പോണത്. പിന്നെ കൂടെ ഉള്ളത് വലവീശി വരുന്നത് നമ്മുടെ മനോജാണ്. മനോജിനെ പ്രത്യേകം പരിചയപ്പെടുത്തുന്നില്ല, എപ്പോഴും കാണുന്നില്ലേ. പിന്നെ ഇവിടെ വലവീശാൻ കുറേ ആൾക്കാരുണ്ടെങ്കിൽ ഇവന് മാത്രമേ ഫാൻസ് ഉള്ളൂ കേട്ടോ. ഇത്രയും അധികം ഫാൻസ് ഇവൻ്റെ വലവീശൽ കാണാൻ വന്നിരിക്കും. അതൊക്കെ എന്താണെന്ന് ഈ വീഡിയോയുടെ ഇടയിൽ പറയുന്നുണ്ട്, എന്തായാലും കാണിച്ചു തരാം. അപ്പോൾ അത് ആ വീശിക്കൊണ്ട് വന്നതിൽ ഫസ്റ്റത്തിൽ തന്നെ മീൻ കയറിയിട്ടുണ്ട്. എന്തായാലും കാണുമ്പം പിന്നെ അത് കഴിഞ്ഞ് തിരുതേനെ കിട്ടി. തിരുത മാത്രമല്ല കേട്ടോ, ചെമ്പല്ലിനെ കിട്ടിയായിരുന്നു, നമ്മൾ നിജിറ്റ് പിടിച്ചായിരുന്നു. അതൊക്കെ നമുക്ക് ഇതിൻ്റെ വീഡിയോയുടെ ഇടയിൽ പുറകെ കാണിച്ചു തരാം. പിന്നെ അതുപോലെ രാത്രി ഫിഷിങ്ങിന് പോകുന്ന വല്ലാത്തൊരു ഫീലാണ് കേട്ടോ. അയ്യോ, പിന്നെ നമ്മുടെ ചുറ്റിലും പട്ടികളാണ് കേട്ടോ. അവന്മാർ മീന് വേണ്ടി വിശന്നിട്ട് വന്ന് നിൽക്കുകയാണ്. അതെല്ലാം അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും കാണിച്ചു തരാം. അടുത്ത വീശലിൽ നമ്മുടെ തിരുത്തേനയും കൊണ്ട് വന്നേക്കണേണ് മനോജ്. കണ്ടാ ഇതിലും തിരുത കിടന്ന് പെട്ടച്ചുകൊണ്ടിരിക്കണേ. കണ്ടാ തിരുതേനയും കണ്ട് മോഹിച്ച് ഒരുത്തിന് ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട്. പക്ഷേ തിരുതേനം കൊടുക്കാൻ പറ്റില്ല, നമുക്ക് വേറെ എന്തെങ്കിലും ഇട്ട് കൊടുക്കാം. വേറെ മീനൊക്കെ ഇട്ടിട്ടെ, വല്ല കാര്യ കൂരിയൊക്കെ കിട്ടട്ടെ. അപ്പോൾ അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇവനാണ് ഇവിടുത്തെ രാജാവ് ആശാൻ. ആദ്യമൊക്കെ എന്നിട്ട് അങ്ങനെ എടുക്കില്ലായിരുന്നു, ഇപ്പം ഭയങ്കര കമ്പനിയാണ്. ഒരു പ്രാവശ്യം നേരെ വന്ന് നിന്നായിരുന്നു. ഇതണ്ട ഇട്ട് കൊടുത്തേക്കണേണ്, അവരും കഴിക്കട്ടെ. ഇവരൊക്കെ ഫ്രഷ് മീനാണ് കഴിക്കണത്. അയ്യോ, ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അവിടെ 19 നോട്ടേ ഉണ്ട്. ആദ്യമൊക്കെ ചെല്ലുമ്പോൾ വട്ടം നിൽക്കുമായിരുന്നു, വിടൂലടാന്നും പറഞ്ഞപ്പോഴത്തേക്ക്. കടലിലേക്ക് തന്നെ വിടാം. ഹെലികോപ്റ്റർ എന്നാണോ വേണ്ട എൻ്റെ കാലൊക്കെ നോക്കി വേണ്ട ഇങ്ങനെ നിൽക്കണം. ഇതാണ് ഹെലികോപ്റ്റർ. മുള്ളുണ്ട് കേട്ടോ. എന്താണ് സാധനം കിട്ടിയത്? കട്ടിലെ കുഞ്ഞാണ്. നേരെ കഴിച്ചോ. എടുത്തോണ്ട് പോടാ. കട്ടിലാണോ? ആഹാ, നിജിലിതേ കട്ടിലേനെ പിടിച്ചോണ്ട് അതല്ലേ കട്ടില കട്ടില. വീണ്ടും വേണ്ടം വെള്ളം കയറിയില്ല. അടുത്ത പ്രാവശ്യം അവിടെ എന്തൊരു ആൾക്കൂട്ടം എന്ന് പറഞ്ഞൂടാ. എന്താട്ടാ ഓ, മനോജ് വല വീശനാണെന്നാണ് ഫാൻസ് ഫാൻസ് ഫാൻസ്. എവിടെ എന്താണ്? ആ കിട്ടിയാ. ഞാനിവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് കാണിച്ച്, ആദ്യമായിട്ട് കിട്ടണേ. ആ ഫസ്റ്റ് ടൈം ഉണ്ടോ ഇവിടെ വന്നിട്ട് എനിക്ക് ഇതൊക്കെ കിട്ടണ. അയ്യേ കിളിയാവണം. കടിക്കോ? ഓഹോ, ആ ഇതിന്റെ വലുത് നമ്മ എന്താ പിടിച്ചപ്പോ ഫംഗസ് ഉണ്ടായത്. കടിക്കോല്ലേ? ഞാനിവൻ പിടിച്ചേക്കാൻ നിർത്തിട്ടാണ് ഞാനിങ്ങനെ വെച്ചത്. അപ്പൊ അധികം കൈക്കൊക്കെ പിടിക്കാന്ന് തോന്നുന്നു. കണ്ട നല്ല കുടിയനാണെന്ന് തോന്നുന്നു, ചുമന്നിരിക്കണ ഉപ്പന്റെ പോലെ അല്ലേ? ഇത് നീ പിടിക്കോ? അതിന് നീ തോക്കി അതല്ല എങ്ങനെ ഇത്ര ഉണ്ടായാലും ആ എടുത്തോ മാക്കാൻ തവള. അവനങ്ങനെയൊക്കെ പറയും. കുഴപ്പമില്ല, അതിലൊന്നും പിടിക്കല്ലേ മാളൂ. അറിയില്ല. ഇതാ പറഞ്ഞ പിടിച്ചോന്ന് എന്റെ മോന്താണ്. ഇല്ല എടുത്താണ് തുറന്നേ.
ആ പിന്നെ എൻ്റെ എനിക്ക് ഞാൻ ഇതിലൂടെ ഈ കുഴി എന്തെന്നാ കഴിയിട്ട് നോക്ക് രണ്ടാണെങ്കിൽ കടിക്കും തന്നത് ആണ് ഇത്തവണ നമുക്ക് കാരച്ചെമ്മീൻ അത്യാവശ്യം കിട്ടിയായിരുന്നു കേട്ടോ. അതുപോലെ കൊഞ്ചൊക്കെ കിട്ടിയായിരുന്നല്ലോ, കൊഞ്ചിനെയൊക്കെ കാണിച്ചു തന്നല്ല. പിന്നെ കാര അത് വേറെ വേണ്ട കേട്ടോ. കണ്ട ചാട്ടമെന്ന് പറയണ്ട, ചാടി പോകാൻ പിടിച്ചില്ലെങ്കിൽ. കാരണം ബീച്ചിന് ആ വെള്ളത്തിനോട് ചേർന്നാണ് ബക്കറ്റ് വെച്ചേക്കുന്നത്. അപ്പോൾ പിടുത്തം കിട്ടിയില്ലെങ്കിൽ ചാടി പോയി കളയും. പിന്നെ നമ്മുടെ ചാനലിലൂടെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ആണെങ്കിൽ ഇപ്പോൾ തന്നെ ഫോളോ ചെയ്തേക്കുക. ഇതുപോലുള്ള നിങ്ങൾ കാണേണ്ട അല്ലെങ്കിൽ നിങ്ങൾ അറിയേണ്ട കാഴ്ചകളൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ ഇന്നത്തെ ഫിഷിംഗ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. താങ്ക് യു, ബൈ.